നേതൃത്വത്തെയും ഈ സമുദായത്തിന്റെ മഹല്ലത്തിൽ നിന്നും മദ്രസയിൽ നിന്നും ദീനീ പ്രവർത്തന മേഖലയിൽ നിന്നും തൂത്തുവാരി എറിയാൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാകണം എന്നാണ് വാദി ത്വയ്ബയുടെ സന്ദേശം. ആ സന്ദേശം പുതുതലമുറക്ക് കൈമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തയ്യാറാകണമെന്നും ഈ ബോധനം നമ്മുടെ സമൂഹത്തിൽ നൽകണമെന്നും പറയുന്നതോടൊപ്പം മഹല്ല ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരായ ഉത്തരവാദപ്പെട്ട ആളുകളുമുള്ള സദസ്സായതുകൊണ്ട് പറയുന്നു, ഇത്തരക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ശരി അവരെ ന്യായീകരിക്കപ്പെടുന്നൊരവസ്ഥ, അവർ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ ആരുണ്ടാക്കിയാലും അത് ഈ ഉമ്മത്തിനോടും ദീനിനോടും ചെയ്യുന്ന കടുത്ത പാതകമായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം കണ്ണിയത്ത് ഉസ്താദിന്റെ അതേ പാരമ്പര്യം പേറുന്ന സൂക്ഷ്മതയുള്ള മഹാപണ്ഡിതന്മാർ, വിനയമുള്ള പണ്ഡിതന്മാരാക്കൽ നമ്മുടെ വേദിയിലുണ്ട്. നമ്മൾ ഈ പ്രവർത്തനം കൊട്ടിഘോഷിക്കാറില്ല. നമ്മൾ ഈ പ്രവർത്തനം ആളുകളെ കൂടുതൽ അറിയിക്കാൻ സംവിധാനം പത്രങ്ങളിലൂടെ പോലും കാണാറില്ല. കാരണം നേരിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അത് പരിഹരിക്കാനാണ് സുപ്രഭാതം. ആ സുപ്രഭാതം ഇറങ്ങുന്നതോടുകൂടി ഇവരുടെ ഉള്ളറകളിലെ രഹസ്യങ്ങളടക്കം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് സമുദായത്തിന് മാന്യമായ വായനക്ക് ഒരു മഹാചരിത്രം തീർത്തുകൊണ്ട് കേരള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേ വെച്ച് ബസ്സിന് അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്. ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളെ ഈമാനോടുകൂടി, നിങ്ങളെ യഖീനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا, അല്ലാഹുവിന്റെ ദീനിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ, ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടെ കിബിറടിച്ചു പോകല്ലേ, അഹങ്കരിച്ചു പോകല്ലേ. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലുക, തസ്ബീഹ് ചെല്ലുക, തഹ്മീദ് ചെയ്യുക, തഅലീം ചെയ്യുക, തംജീദ്, തഹ്മീദ്, തംജീദ്, തഅലീം, തക്ബീർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ. ഇതാണ് അല്ലാഹു ചെയ്ത നിഅമത്തിന് നാം ചെയ്യേണ്ടത് എന്ന് എന്റെ സഹോദരങ്ങളോട് ഉണർത്തുന്നു.